5 മണിക്കൊന്നും പണി തീരില്ല. 24 മണിക്കൂർ നമുക്ക് പണിയെടുക്കാനുള്ളതാണ്. അതിനിടയ്ക്ക് എപ്പോഴാണോ നമ്മൾ തീരെ ടയർഡാകുന്ന അപ്പോൾ ഒന്ന് വിശ്രമിക്കുക. എം.ടി. വാസുദേവൻ നായർ നോവൽ എഴുതാനിരുന്ന കാലത്ത് 9 മണിക്ക് എഴുത്ത് തുടങ്ങും, 5 മണിക്ക് ഓഫാക്കും എന്ന മട്ടിലായിരുന്നു എഴുതിയിട്ടുണ്ടാവുക. ലോഹിതദാസ് തിരക്കഥ എഴുതാനിരിക്കുമ്പോൾ 9 മണി തുടങ്ങിക്കളയാം, എനിക്ക് തിരക്കഥ എഴുതാൻ സമയമായി എന്ന് പറഞ്ഞ് തുടങ്ങുകയും 1 മണിക്ക് ബെല്ലടിച്ച് ലഞ്ച് കഴിക്കാൻ പോവുകയും 2 മണിക്ക് വീണ്ടും മണിയടിച്ച് പോയി തിരക്കഥ എഴുതി. അങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്? ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ദൈവങ്ങളുടെ അല്ലെ തെയ്യങ്ങളുടെ നാടെന്നുള്ള അർത്ഥത്തിലാണ് അത് യഥാർത്ഥത്തിൽ അന്ന് എഴുതിയ ആള്, ആ ക്യാച്ച് ലൈൻ എഴുതിയ ആളുകൾ ചിന്തിച്ചത്. നമ്മളതിനെ നശിപ്പിച്ചതാണ്, നമ്മളതിനെ വൃത്തികേടാക്കിയതാണ്. സാറിന് എന്താണ് അതിലൊരു കോണ്ടെക്സ്റ്റിൽ പറയാനുള്ളത്? നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും നമ്മുടെ സൈന്യം പോകണം, സംശയമൊന്നുമില്ല. എന്നാൽ അതിർത്തിയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. നമ്മളിവിടെ ഇരുന്ന് കണ്ട് കൈയടിക്കുമ്പോൾ അവിടെ എൻ്റെ തലയ്ക്ക് മുകളിലേക്ക് ഇന്നൊരു മിസൈൽ വന്ന് വീഴുമെന്ന് ഭയന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്, കുടിയിറക്കപ്പെടുന്ന ആളുകളുണ്ട്, സർവ്വതുപേക്ഷിച്ച് പലായനം ചെയ്യുന്ന ആളുകളുണ്ട്. രണ്ട് രാജ്യത്തും ഇതൊന്നും അറിയാതെ, ഒരു തെറ്റും ചെയ്യാതെ ഈ ആറ്റം ബോംബിൻ്റെയും ഈ മിസൈലുകളുടെയും ഭീതിയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. സുരക്ഷിതമായ കേരളത്തിലിരുന്ന് അവരെ കാണാതെ നമ്മൾ കൈയടിച്ചിട്ടും കാര്യമില്ല. ഇത് രണ്ടും ചേർന്നതാണ് പ്രതിരോധം. Introducing Lulu Holidays, your one-stop travel partner. Holidays for families, couples, and solo travelers. With Lulu Holidays, it's not just travel, it's an experience to remember. സാറ് വരുമ്പം തന്നെ എനിക്ക് തോന്നുന്നു കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എക്കാലത്തും കൃത്യമായിട്ട് സാർ എല്ലാ സദസ്സിലും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മുടെ യൂത്ത് സാറിനോട് ചോദിക്കണം എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ചോദ്യം, സാർ ഇന്നിപ്പോൾ പലപ്പോഴും എൻജിനീയേഴ്സ് ആകാനോ ഡോക്ടേഴ്സ് ആകാനോ പലർക്കും താല്പര്യം കുറവാണ്. കാരണം 20 വയസ്സിൽ തന്നെ ബെറ്റിംഗ് ആപ്സ്, അതുപോലെ ഗെയിമിംഗ് ആപ്പുകൾ വഴി കോടാനുകൂടി രൂപകൾ സമ്പാദിക്കുന്ന വലിയൊരു യൂത്ത് ഇന്ന് കേരളത്തിലുണ്ട്. ഇൻഫ്ലുവൻസേഴ്സ് ആവുന്ന സാറിനറിയാം. കാരണം സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ ചെറിയ രീതിയിൽ പ്രൊമോഷൻസും കൊളാബും ചെയ്താൽ തന്നെ ഏതൊരു ഡോക്ടറും എഞ്ചിനീയറും ഉണ്ടാക്കുന്നതിനേക്കാൾ ഒരുപാട് 10 മടങ്ങ് രൂപയാണ് അവരുണ്ടാക്കുന്നത്. ചെറിയ പ്രായത്തിൽ വീടുകൾ, വലിയ കാറുകൾ, ബ്രാൻഡഡ് വണ്ടികൾ വാങ്ങിച്ച എത്രയോ പേര് നമുക്ക് മുന്നിലുമുണ്ട്. ഈ ഒരു പ്രവണത സാർ എങ്ങനെയാണത് കാണുന്നത്? അല്ല, പണം ഉണ്ടാക്കുന്ന പ്രവണതയേക്കാൾ അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണല്ലോ പ്രധാനം. പണം ഉണ്ടാക്കുന്ന വഴിയാണ് പ്രധാനം. പണം ഉണ്ടാക്കുന്ന ഒരു തെറ്റൊന്നുമല്ല, പക്ഷേ പണം ഉണ്ടാക്കുന്ന വഴി ഏത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാലും സാർ ഈ പറഞ്ഞ പോലെ ഇപ്പം പലരും ഇപ്പം എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ് സാർ. സാറ് പറഞ്ഞു ഞങ്ങളെ ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്ത ആൾ സന്തോഷ് സാറാണ്. കാരണം ഞങ്ങളുടെ 90s കാലഘട്ടത്തിലൊക്കെ ലേബർ ഇന്ത്യ ആണെങ്കിലും സഞ്ചാരം പോലുള്ള ചാനൽസിലൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ആൾക്കാരാണ്. പക്ഷേ ഇന്ന് നമ്മൾ നേരിട്ട് കാണുന്ന ഏതൊരു 10 വയസ്സുള്ള കുട്ടിയും 15 വയസ്സുള്ള കുട്ടിയും വരെ ഇൻഫ്ലുവൻസേഴ്സ് ആണ് സാർ. അപ്പോൾ ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു അതിപ്രസരം സോഷ്യൽ മീഡിയയിൽ സാർ അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇതൊരു നല്ല പ്രോസസ് ആണോ? നിങ്ങൾ എന്തിനാണ് അങ്ങനെയുള്ളൊരു ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കുന്നത്? ഇൻഫ്ലുവൻസറായ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ബോധം ഉണ്ടായാൽ മതി. അങ്ങനെയാണെങ്കിൽ സാറിൻ്റെ മനസ്സിൽ ആ ഒരു ഇൻഫ്ലുവൻസർ ആരാണ്? സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ലോക സഞ്ചാരി, അല്ലെങ്കിൽ സാറിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാൾ? അങ്ങനെ ഒരു വ്യക്തിയില്ല. ഞാൻ ഇപ്പോൾ ഒരു വ്യക്തിയെ കോപ്പി അടിക്കലല്ല ഒരാളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. നിങ്ങൾക്ക് പലരിൽ നിന്നും പലതും എടുക്കാൻ പറ്റും, മനസ്സിലായില്ലേ? ഞാൻ നിരവധി ആളുകളുടെ ചില ചെറിയ അംശങ്ങൾ എടുത്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ സ്ഥാപനത്തിൽ പണ്ടൊക്കെ ജോലി ചെയ്തിരുന്ന ചില ആളുകളെ പോലും, എൻ്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ആളുകളാണ്, അവരിൽ നിന്ന് പോലും ഞാൻ ചില എലമെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാവും പകലും വേണമെങ്കിൽ ജോലി ചെയ്യാൻ, ഞാൻ കോളേജിൽ പഠിച്ചു കഴിഞ്ഞ് ഞാൻ എൻ്റെ പ്രവർത്തനം ടെലിവിഷനിലേക്ക് തുടങ്ങുമ്പോൾ അന്ന് ഞാൻ ഏത് സമയത്തും എത്ര സമയം വേണമെങ്കിലും ഒരാൾക്ക് ജോലി ചെയ്യാമെന്ന് പഠിച്ചത് എൻ്റെ സ്ഥാപനത്തിൽ ജോലി ഇരുന്ന അന്നത്തെ ഒരു പ്രൊഡക്ഷൻ്റെ ചുമതലയുള്ള ഒരു മാനേജറിൽ നിന്നാണ്. അങ്ങേരോട് ഏത് സമയത്ത് എപ്പോൾ എന്ത് പറഞ്ഞാലും, അന്നൊക്കെ പ്രിൻറ്റിങ് ഞങ്ങളുടെ സ്വന്തം പ്രസ്സിലല്ല, പലയിടത്തും പുറത്തൊക്കെയാണ്. നമ്മുടെ പ്രിൻറ്റിങ് ഡിലേ ആണല്ലോ. ഇപ്പോൾ പെട്ടെന്ന് പോയില്ലെങ്കിൽ ഇന്ന് ആളെ രാവിലത്തേക്ക് കിട്ടില്ലെന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന ആൾ ചാടി എഴുന്നേറ്റ് ഷർട്ടും പാൻറ്റും ഇട്ട് അപ്പം തന്നെ പുറപ്പെടും. ആ മനുഷ്യൻ നോ എന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടെ ഞാൻ അതിൽ നിന്ന് പഠിച്ചടാ ഇങ്ങനെ ആകാമല്ലേ. അപ്പോൾ എല്ലാ മനുഷ്യരും 9 മണിയായി നമുക്ക് ഓഫീസിൽ പോകുന്നു, 5 മണിയായി പണി തീർക്കണം എന്ന് ചിന്തിക്കുന്നിടത്ത് 5 മണിക്കൊന്നും പണി തീരില്ല. 24 മണിക്കൂർ നമുക്ക് പണിയെടുക്കാനുള്ളതാണ്. അതിനിടയ്ക്ക് എപ്പോഴാണോ നമ്മൾ തീരെ ടയർഡാകുന്ന അപ്പോൾ ഒന്ന് വിശ്രമിക്കുക, അത് കഴിഞ്ഞ് വീണ്ടും പണിയെടുക്കുക. നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് ടൈം നോക്കിയിട്ടല്ല ചെയ്യേണ്ടതെന്ന് നമ്മളെ പഠിപ്പിച്ച ആളാണ്. അതുകൊണ്ടാണ് സഞ്ചാരം സാധ്യമായത്, അതുകൊണ്ടാണ് സഫാരി സാധ്യമായത്. ഇപ്പം നിങ്ങൾ സഫാരിയുടെ സ്റ്റുഡിയോയിലേക്ക് വന്നാൽ രാത്രി 2 മണിക്കും 3 മണിക്കും സ്റ്റുഡിയോയിൽ ഇരുന്ന് പണിയെടുക്കുന്ന പിള്ളേരെ കാണാം. അവർക്ക് ടാർഗറ്റ് ഇത്രയേ ഉള്ളൂ, ഇന്ന് പോകേണ്ട പരിപാടി
അല്ലെങ്കിൽ ഇന്ന് രാത്രി പോകേണ്ട പരിപാടി രാവിലെ 10 മണിയാകുമ്പം ഇന്ന് രാവിലെ 10 മണിക്ക് തീർത്ത് പ്രിവ്യൂവിന് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവണം. നീ എത്ര മണിക്കൂർ പണിയെടുക്കുന്നുള്ളൊരു വിഷയമല്ല. നീ 2 മണിക്കൂർ കൊണ്ട് തീർത്തോ ഒരു കുഴപ്പമില്ല, 12 മണിക്കൂർ കൊണ്ട് തീർത്തോ അതും പ്രശ്നമില്ല. ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, ടൈമിങ്ങും പഞ്ച്വാലിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാനും പാടില്ല. പറഞ്ഞ സമയത്ത് പ്രോഡക്റ്റ് റെഡി ആയിരിക്കണം, പ്രോഗ്രാം റെഡി ആയിരിക്കണം, പറഞ്ഞ സമയത്ത് പറഞ്ഞ ക്വാളിറ്റിയിൽ റെഡി ആയിരിക്കണം. ഇത് രണ്ടിലൊരു കോംപ്രമൈസും ഇല്ല. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജോലി ചെയ്യാം. പുലർച്ചെ 2 മണിക്കാണ് നിനക്ക് സൗകര്യമെങ്കിൽ വന്നിരുന്ന് ചെയ്തോളൂ, 5 മണിക്ക് തീരുമെങ്കിൽ തീർത്തോളൂ, നോ ഇഷ്യൂസ്. ജീവിതത്തിലെ ലക്ഷ്യങ്ങളും നമ്മുടെ ടാർഗറ്റ്സുമാണ് പ്രധാനം. അതിന് 9 to 5 ജോലി ചെയ്യുന്ന ഒരാളും എങ്ങും എത്തിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അവരൊരു പണിക്കാരൻ മാത്രമായി ജീവിതം അവസാനിപ്പിക്കും. അതിനപ്പുറം നിങ്ങൾക്ക് പോകണമെങ്കിൽ അതിനപ്പുറം പണിയെടുക്കുകയോ ജോലി ചെയ്യുകയോ അധ്വാനിക്കുകയോ, അത് സ്മാർട്ട് ജോലി അല്ല, കഠിനാധ്വാനം എന്നുള്ളതല്ല. സ്മാർട്ട് ജോലി ചെയ്തെങ്കിൽ 5 മണി കഴിഞ്ഞ് ചെയ്യുന്നതിന് ഗുണം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിന് ഓവർ ടൈം എന്നാണ് പറയുക. ഓവർ ടൈമും 5 മണിക്ക് ശേഷം ചിന്തിച്ച് ജോലി ചെയ്യുന്നതിനും വ്യത്യാസമുണ്ട്. MT വാസുദേവൻ നായർ നോവൽ എഴുതാനിരുന്ന കാലത്ത് അങ്ങനെ 9 മണിക്ക് എഴുത്ത് തുടങ്ങും, 5 മണിക്ക് ഓഫാക്കുമെന്ന മട്ടിലായിരുന്നു എഴുതിയിട്ടുണ്ടാവുക. ലോഹിതദാസ് തിരക്കഥ എഴുതാനിരിക്കുമ്പോൾ 9 മണി തുടങ്ങിക്കളയാം, എനിക്ക് തിരക്കഥ എഴുതാൻ സമയമായി എന്ന് പറഞ്ഞ് തുടങ്ങുകയും 1 മണിക്ക് ബെല്ലടിച്ച് ലഞ്ച് കഴിക്കാൻ പോവുകയും 2 മണിക്ക് വീണ്ടും മണിയടിച്ച് പോയി തിരക്കഥ എഴുതി. അങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്? ഐസക് ന്യൂട്ടൻ ശാസ്ത്രതത്വങ്ങൾ രൂപപ്പെടുത്തി ഇപ്പം മണി നോക്കിയിട്ടാണോ ചെയ്തിട്ടുണ്ടാവുക? ആൽബർട്ട് ഐൻസ്റ്റീൻ, ഏത് വ്യക്തിയും നോക്കൂ, മുകേഷ് അംബാനി അല്ലെങ്കിൽ ജെഫ് ബെസോസ്, ഇവരുടെ ബിസിനസ് സ്ഥാപനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് 9 to 5 ആണോ? അതോ 24 hours ഉണർന്നിരിക്കുമ്പോഴൊക്കെ അതിനെക്കുറിച്ചല്ലേ അവർ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത്? അതാണ് വിജയത്തിൻ്റെ മന്ത്രം. ഇതെന്നെ പഠിപ്പിച്ച, ഞാൻ പറഞ്ഞില്ല, ഒരു കോളേജ് വിദ്യാർത്ഥിയായിരിക്കും എന്നെ പഠിപ്പിച്ചത് എൻ്റെ സ്ഥാപനത്തിലെ ഒരു ജോലിക്കാരനാണ്. അപ്പം നിങ്ങളെ ആരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. നല്ലത് എവിടെ നിന്ന് എടുക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അല്ലാതെ എല്ലാം തികഞ്ഞ ഒരു മാതൃകാ പുരുഷൻ നമുക്കുമില്ല. അപ്പം നമ്മൾ അയാളായി മാറും. മനസ്സിലായി സാർ. ഇപ്പം കേരളത്തിൻ്റെ, ഞാൻ പറഞ്ഞു, കൃത്യമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിൽ കൃത്യമായിട്ടുള്ള ഇൻ്റർവെൻഷൻ സാർ നടത്തിയിട്ടുണ്ട്. ഒരുപാട് സദസ്സുകൾ സാർ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം കേരളത്തിൽ നമുക്കറിയാം സാർ, വാട്ടർ മെട്രോ എത്തി, പിന്നെ KSRTCയുടെ തന്നെ നമുക്കറിയാം ഇടുക്കിയിലേക്കുള്ള പ്രോജക്ട്സ്, ബസ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അവർ മാറ്റിക്കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് പുതിയ പുതിയ സീപ്ലെയിൻ സാർ അവർ ചെയ്തു. എന്നാലും ഇനിയും മാറാത്ത കേരളത്തിൻ്റെ ഈ 2025 ഈ ഒരു സമയത്ത് മാറാത്തൊരു ശാപമെന്ന് സാറിന് തോന്നുന്ന കാര്യം എന്താണ്? വൃത്തിയില്ലായ്മ സ്റ്റിൽ. ക്ലീൻലിനെസ്. നമ്മുടെ ടൂറിസം ഡെസ്റ്റിനേഷനുകളൊന്നും വൃത്തിയില്ലല്ലോ. ലോകം കണ്ട ആളുകളാണ് ഇവിടെയും വരുന്നത്. ദുബായിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് കയറിയാണ് കൊച്ചി വന്നിറങ്ങുന്നത്. അപ്പോൾ ആളുകൾ ഇത് കമ്പയർ ചെയ്യില്ലേ? സിംഗപ്പൂരിൽ നിന്ന് മറ്റൊരു ഫ്ലൈറ്റിലായിരിക്കും ഇങ്ങോട്ട് വന്നിറങ്ങുക. അപ്പോൾ കമ്പയർ ചെയ്യില്ലേ? അപ്പോൾ കമ്പാരിസണിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും നമ്മൾ എയർപോർട്ടിൽ നിന്ന് സിറ്റി വരെ വരുന്ന വഴിയുടെ 2 സൈഡിലേക്ക് നോക്കി അവരിയ്ക്കുന്നത്. ആ 2 സൈഡും കാണുമ്പോൾ എന്താണ് തോന്നുക? അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സിംഗപ്പൂരിൽ നിന്നാണ് ഒരു യാത്രികൻ ഇങ്ങോട്ട് വരുന്നത്, വേറെ ഏതെങ്കിലും രാജ്യം, ചൈനയിൽ നിന്ന് വരുന്നവരൊക്കെ അവരുടെ ഹബ്ബ് അല്ലെ കണക്ഷൻ പോയിന്റ് സിംഗപ്പൂരാണ്, അല്ലെങ്കിൽ ദുബായ് ആണ്, അല്ലെങ്കിൽ ഇവിടെയാണ് ദോഹയാണ്. അപ്പം ഇവിടുന്നൊക്കെ കണക്ട് ചെയ്ത് ട്രാൻസിറ്റിൽ വരുന്ന ഒരാൾ വിമാനത്തെ കയറുന്നതിന് മുമ്പ് കണ്ട സിറ്റി, വന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന സിറ്റിയും തമ്മിൽ പെട്ടെന്നൊരു ജെർക്ക് വന്നാൽ ആളുകൾക്ക് അപ്സെറ്റ് ആവില്ലേ? അപ്പം വിഷ്വലി നമ്മൾ കാണുമ്പോൾ ഉള്ള വൃത്തിയെങ്കിലും, പരിസരത്തിൻ്റെ വൃത്തി, സൗന്ദര്യവൽക്കരണം, സൗന്ദര്യബോധം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിനും ഭരണാധികാരികൾക്കും എല്ലാം ഉണ്ടാവണം. അതിപ്പോഴും വേണ്ടത്ര ആയിട്ടില്ല. അതുമല്ല സാർ ഇത്രയും പറയുമ്പോൾ ഇപ്പോൾ ജോയ് ആലുക്കാസ് അദ്ദേഹം പറഞ്ഞു 120 ഷോറൂംസ് അദ്ദേഹത്തിനുള്ളതിൽ വെറും 10 എണ്ണം മാത്രമേ കേരളത്തിലുള്ളൂ. അദ്ദേഹം ഒരു മലയാളിയാണ്, നല്ല തൃശ്ശൂരുകാരനാണ്. കാരണം ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഗവൺമെൻറ് അല്ല, ജനങ്ങളാണെന്ന് പറഞ്ഞു. ടൂറിസത്തിലും ജനങ്ങൾ അങ്ങനെ ഒരു ഇൻഡിഫറൻസ് സാറിന് തോന്നിയിട്ടുണ്ടോ? ഇതിനകത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഗവൺമെൻറ്റിൻ്റെ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഒരു ഹൈറാർക്കി എടുത്തു കഴിഞ്ഞാൽ മന്ത്രിമാർ, ജനങ്ങൾ തിരഞ്ഞെടുത്ത മന്ത്രിമാർ, അവരുടെ ഉത്തരവുകൾ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ, ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് മിക്കവാറും IASകാരോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അവരൊന്നും ലോകവിവരം ഇല്ലാത്തവരല്ല. ഈ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും, ഞാൻ അവരൊക്കെ ആയിട്ട് സംസാരിക്കാറുണ്ട്, അവർക്കും ലോകവിവരമുണ്ട്, അവർ അത്യാവശ്യം ലോകമൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളറിയുന്നതൊന്നും അല്ലാതെ അവർ യാത്രയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ പോക്കറ്റിൽ നിന്ന് കാശെടുത്ത് അവർ യാത്ര ചെയ്യുന്നവരാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളും യാത്ര ചെയ്യുന്നുണ്ട്. ഇനി കാശെടുത്തില്ലെങ്കിലും അവർക്ക് ഓരോ പരിപാടിക്ക് ക്ഷണിച്ച് കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ യാത്ര ചെയ്യുന്നവർ, ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരൊക്കെ യാത്ര ചെയ്യുന്നവർ, എക്സ്പോഷർ ഉള്ളവർ, അവരൊക്കെ ആയിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അവരെയൊക്കെ നേരിടുന്നൊരു പ്രശ്നം, അവർ ചെയ്യുന്ന, ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഏത് കാര്യവും പൊതുജനത്തെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലേ ചെയ്യാൻ പറ്റൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, 20 വർഷം മുമ്പ് ഉള്ള ഒരു ഭരണാധികാരിക്ക് 40-45 മീറ്റർ വീതിയിൽ കേരളത്തിലൊരു ഹൈവേ വേണമെന്ന് അങ്ങേർക്ക് അറിയാമെങ്കിലും അതിനുവേണ്ടി നിർബന്ധം പിടിച്ച ജനം സമ്മതിക്കുമായിരുന്നോ? ഇല്ല. കറക്റ്റ്. അതാണ് മുമ്പേ പറഞ്ഞതിൻ്റെ കാര്യം. അപ്പോൾ സമൂഹം അതിന് പ്രിപ്പയർഡ് ആയെങ്കിൽ മാത്രമേ ഈ ഭരണാധികാരികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ടൂറിസത്തിലോ ഏത് കാര്യത്തിലും പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ ചില കാര്യങ്ങൾ കാർക്കശ്യം കൊണ്ടുവരേണ്ടി വരും, ഡിസിപ്ലിൻ വേണ്ടി വരും.
അതിൽ ചില നിബന്ധനകൾ വെക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യവും ചിലപ്പോൾ അവിടെ നടപ്പായെന്ന് വരില്ല. വേസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് എറിയുക എന്നുള്ള സ്വാതന്ത്ര്യമായിരിക്കും ചിലപ്പോൾ നഷ്ടപ്പെടുന്നത്. നമുക്ക് വഴിയിലിരുന്ന് എന്തും കാണിക്കുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നഷ്ടപ്പെടുന്നത്. ഡിസിപ്ലിനുള്ള സ്ഥലങ്ങളാണ്. നിങ്ങൾ സിംഗപ്പൂർ ചെല്ലുമ്പോഴും ദുബായ് ചെല്ലുമ്പോഴും അവിടെ ഡിസിപ്ലിൻഡാണ് ജനം. റോഡിൽ ഡിസിപ്ലിൻഡാണ്, പൊതുസ്ഥലത്ത് ഡിസിപ്ലിൻഡാണ്, അവിടെ കർക്കശമായ ഭരണ സംവിധാനമാണ്. അങ്ങനെ ഒരു കാർക്കശ്യം ഇവിടെ കൊണ്ടുവരാൻ ഇപ്പോഴും സമയമായിട്ടില്ല. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണാധികാരികളുടെ വിഷൻ്റെ കുറവുണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിരിക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ അവരെ ഒരു നല്ല കാര്യം വന്നാൽ പ്രതിപക്ഷ ഭരണ വ്യത്യാസമില്ലാതെ ആ നല്ല കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥിതിയിലെത്തിയിട്ടുണ്ട് ഇപ്പോഴും. ഇപ്പം നമുക്ക് 45 മീറ്ററുള്ള വീതിയുള്ള റോഡ് കുറച്ചുകൂടെ വീതിയാകാമായിരുന്നു ഇപ്പോൾ പയ്യെ തുടങ്ങിയിട്ടുണ്ട്. 15 കൊല്ലം മുമ്പ് അത് പറഞ്ഞാൽ സമ്മതിക്കുമായിരുന്നോ? അന്ന് എല്ലാവരും കൂടെ തീരുമാനമെടുത്ത 45 മീറ്റർ വീതിയുള്ള റോഡ് 30 ആണേലും മതിയെന്നല്ലേ. എന്തിനാ 45ന്റെ ആവശ്യമൊന്നല്ലേ ചോദിച്ചോണ്ടിരുന്നത്. അപ്പം മുൻകൂട്ടി കാര്യങ്ങൾ കാണുകയും അഭിപ്രായം പറയുകയും ചെയ്യുന്നവനെ ശത്രുവായിട്ട് കാണുന്ന മനോഭാവമെങ്കിലും മാറ്റണം. ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ശത്രുവാണെന്നെങ്കിലും ചിന്തിക്കാതിരുന്നാൽ കേരളം മാറും. തീർച്ചയായിട്ടും. ഇത്രയും പറയുമ്പോൾ ലൈവ് ഇന്ററാക്ട് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ആള് സാറിനോട് ചോദ്യം ചോദിക്കാനായിട്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ആരാണ്? ഇറ്റ്സ് ലൈക്ക് യു വോണ്ട് ടു ആസ്ക് എനിത്തിങ്. സാർ ഇന്ന് വളരെ ഓപ്പൺ ആയിട്ടല്ലേ സാർ ലൈവ് ഇന്ററാക്ട് ചെയ്യാൻ വില്ലിംഗ് ആയിട്ട് ഇരിക്കുകയാണ്. റെഡി? യെസ്. ഹായ് സർ. സോ എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്, ഓരോ കാര്യത്തിനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് ചിലർ പറയുന്നുണ്ട് ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മണിയാണ്, പൈസയാണ് ഏറ്റവും അൾട്ടിമേറ്റ്, അതല്ലാതെ വേറൊന്നുമില്ല. പക്ഷെ ചില വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് പൈസേനേക്കാൾ ഉപരി വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന്. അപ്പോൾ സാർ ഒരുപാട് ജീവിത അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള ആളാണ്. നമുക്ക് ട്രാവൽ ചെയ്യാനും നല്ല ഡ്രസ്സ് വാങ്ങിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ പൈസ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതിലുണ്ട്. അതിൽ സാറിന് എന്താണ് പറയാനുള്ളത്, സാറിൻ്റെ ഒരു ലൈഫ് ജേർണി വെച്ചിട്ട്? ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. പണം വേണ്ട എന്നോ പണമില്ലാതെ അങ്ങോട്ട് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ നേടിക്കളയാമെന്നോ ചിന്തിക്കുന്നത് അബദ്ധമാണ്. പണം ഉണ്ടാവണം. പക്ഷേ ഈ പണം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ പാഷനേറ്റായ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് പണം ഉണ്ടാകുകയാണെങ്കിൽ നല്ലതല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുന്നതും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു പണി ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുന്ന തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാഷനേറ്റായ ഒരു പ്രവൃത്തിയിലൂടെ ആ പ്രവൃത്തി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുമ്പോൾ മറ്റേത് തൊഴിൽ ചെയ്യുന്നതിനേക്കാൾ പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ടോടുകൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ മറ്റൊരു തൊഴിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രതിഫലത്തിൻ്റെ എത്രയോ മടങ്ങ് പ്രതിഫലം നിങ്ങൾക്ക് അതിലൂടെ കിട്ടും. അതാണ് വ്യത്യാസം. അല്ലാതെ പണവും വേണം, ഈ പറഞ്ഞ പാഷനും വേണം. ഈ പണവും പാഷനും കൂടെ ക്ലബ് ചെയ്യുമ്പോഴാണ് ജീവിത വിജയമാകുന്നത്. ഒരാൾ പാഷൻ്റെ പുറകെ മാത്രം ഓടുന്നു, പാഷൻ എന്ന് പറഞ്ഞാൽ അയാൾ തെറ്റിദ്ധരിച്ച ഒരു മേഖലയുടെ മാത്രം പുറകെ ഓടുന്നു, അവിടെ അയാൾ വിജയിക്കുന്നില്ല, അയാൾ പ്രായോഗിക ജീവിതത്തിൽ വിജയമാകുന്നില്ല, അവിടെ അയാൾക്ക് പണമുണ്ടാക്കാൻ കഴിയുന്നില്ല, പട്ടിണിയാണെങ്കിൽ അയാൾ ഫെയിലിയറായിട്ട് തന്നെ സമൂഹം എല്ലാവരും കാണുള്ളൂ. പാഷൻ എന്താണെന്ന് തിരിച്ചറിയണം നമ്മൾ. ആ പാഷനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന യഥാർത്ഥ കഴിവുമായിട്ട് അലൈൻഡ് ആയിരിക്കണം. നിങ്ങൾക്ക് യേശുദാസിനെ പോലെ പാടലാണ് നിങ്ങളുടെ പാഷൻ. പക്ഷെ നിങ്ങൾക്ക് പാട്ടിൻ്റെ ഒന്നും വഴങ്ങാത്ത ഒരാൾ, ശബ്ദം കൊണ്ടും നിങ്ങളുടെ താളബോധം കൊണ്ടും ഒന്നും വഴങ്ങാത്ത ഒരാൾ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമുണ്ടോ? അതാ പാഷൻ എന്ന് പറഞ്ഞ് ജീവിതം തുലച്ച് കളഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞാൻ പാഷനാകുന്നത് എൻ്റെ പാഷൻ എന്താണെന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിയാനുള്ളൊരു വകതിരിവ് നമുക്ക് വേണം. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. സാറേ, നമ്മുടെ കേരളത്തെ പറ്റി പറയുമ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് ലോകം മൊത്തം പറയുന്നത്. ഒരു അല്പം ഓവർ റേറ്റഡ് ആണോ സർ? അല്ല, ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് അതിനെ ഡിസൈൻ ചെയ്ത ആളിട്ടത് എനിക്കറിയാതെ ആരാണെന്ന്. അവരത് ഉദ്ദേശിച്ചത് കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും അന്ന് ഡിസൈൻ ചെയ്തൊരു പരസ്യ ഏജൻസിയുടെ ആളുകളാണ്. കേരളത്തിലെ തെയ്യങ്ങൾ, മനസ്സിലായില്ലേ? വടക്കേ മലബാറിൽ പ്രത്യേകിച്ച് ഓരോ ഗ്രാമത്തിലും തെയ്യങ്ങളുണ്ട്. തെയ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾ എന്നാണ്. തെയ്യങ്ങളുടെ നാട് എന്നുള്ള അർത്ഥത്തിലാണ് ദൈവങ്ങളുടെ നാട് എന്ന അർത്ഥം വരുന്ന ഗോഡ്സ് ഓൺ കൺട്രി നേട്ടത്. നമ്മൾ തെറ്റിദ്ധരിച്ചതാണ് ഈ ദൈവത്തിൻ്റെ എന്താണ് പറുദീസയാണ് എന്നാണ് ഉദ്ദേശിച്ചത്. അല്ല, അത് സത്യമാണ്. എല്ലാ ഗ്രാമത്തിലും ഇല്ലേ ദൈവങ്ങൾ? ഓരോ ഗ്രാമത്തിലും ഓരോ മൂർത്തികൾ അല്ലെങ്കിൽ ഓരോ ദൈവങ്ങൾ, പ്രാദേശിക ദൈവങ്ങൾ, പ്രാദേശിക അമ്പലങ്ങൾ അവിടെ. അപ്പോൾ അതാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്. ദൈവങ്ങളുടെ അല്ലെ തെയ്യങ്ങളുടെ നാടെന്നുള്ള അർത്ഥത്തിലാണ് അത് യഥാർത്ഥത്തിൽ അന്ന് എഴുതിയ ആൾ, ആ ക്യാച്ച് ലൈൻ എഴുതിയ ആളുകൾ ചിന്തിച്ചത്. പക്ഷെ പിന്നീട് അതിന് പല ഇൻ്റർപ്രിട്ടേഷനും വന്നു. ആ ഇൻ്റർപ്രിട്ടേഷനും തെറ്റൊന്നുമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ എഴുതിയ ആൾ ഉദ്ദേശിച്ചതാണ് തെയ്യത്തിൻ്റെ നാട്. തെയ്യത്തിൻ്റെ നാടെന്ന് പറഞ്ഞാൽ അതിൻ്റെ
തെയ്യം എന്നുള്ളത് ഒരു ഇതിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ദൈവം എന്നതിൻ്റെ വേറൊരു പ്രാദേശിക വേർഷനാണത് തെയ്യം. പുറത്തുപോയി പഠിക്കണമെന്നും ജോലി ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? കുറഞ്ഞ ചെലവിൽ ജർമ്മനിയിൽ പോകാം, സൗജന്യമായി പഠിക്കാം. പഠനത്തോടൊപ്പം ജോബ് സീക്കർ വിസയും നിങ്ങൾക്ക് നേടിത്തരും. EIG ഓവർസീസ്, കേരളാസ് നമ്പർ 1 ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊമോട്ടർ. എന്നാലും സർ, കേരളത്തിൽ ഈ ഒരു കാര്യം ശരിയായാൽ കേരളത്തിൽ എല്ലാം ശരിയാകും എന്ന് തോന്നിയ ഒരു കാര്യം? ഒരൊറ്റ കാര്യം കൊണ്ടൊന്നും ശരിയാവില്ല. ശരിയാവില്ല. പല കാര്യങ്ങൾ ചേർന്ന് വന്നെങ്കിൽ ഒരൊറ്റ കാര്യം കൊണ്ട് എന്താണ് ഏത് നാടിനെയാണ് നമുക്ക് നന്നാക്കാൻ പറ്റുക? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനങ്ങളുടെ പൗരബോധം ഉണ്ടാവണം. മനസ്സിലായില്ലേ? ഈ സാമുദായിക സ്പർദ്ധ, സാമുദായിക മത്സരം അതൊന്ന് പയ്യെ സ്ലോ ഡൗൺ ചെയ്യണം. പിന്നെ പ്രകൃതി സ്നേഹവും പരിസര ശുചിത്വവും പോലുള്ള കാര്യങ്ങളിൽ അച്ചടക്കം വരണം. ഇങ്ങനെ പല കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ, പല കാര്യങ്ങൾ, ഒരു 10 കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്തു വന്നെങ്കിൽ ഈ പറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം നാടായിട്ട് നമുക്ക് തന്നെ അഭിമാനിക്കാൻ പറ്റുള്ളൂ. നമുക്ക് പറയാം. എന്നാലും സാർ പറഞ്ഞു ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് സാറിന് തോന്നിയ ഒരു കൺട്രി ഏതായിരിക്കും? കേരളം കുറച്ച് അല്പം ഓവർ റേറ്റഡ് ആണെങ്കിലും സാർ ഇത്രയും ലോകരാജ്യങ്ങൾ മൊത്തം കണ്ടു, സാർ അക്ഷരം തെറ്റാതെ ഇതാണ് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഒരു കൺട്രി? അല്ല, കേരളം ദൈവത്തിന്റെ സ്വന്തം നാടല്ലെന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് പറയാൻ പറ്റുകയില്ല. കാരണം ദൈവം ആണ് കേരളം സൃഷ്ടിച്ചതെങ്കിൽ അദ്ദേഹം സൃഷ്ടിക്കുന്ന സമയത്ത് കേരളം സ്വർഗതുല്യമായിരുന്നു. നമ്മളതിനെ സ്പോയിൽ ചെയ്തതാണ്, നമ്മളതിനെ നശിപ്പിച്ചതാണ്, നമ്മളതിനെ വൃത്തികേടാക്കിയതാണ്. അതല്ലെങ്കിൽ കേരളം സച്ച് കേരളത്തിൽ നിന്ന് മനുഷ്യരെ മുഴുവൻ അങ്ങ് മാറ്റിയിട്ടൊരു 100 കൊല്ലം വെറുതെ ഇട്ടേ കേരളം നല്ല സുന്ദരമാകില്ല വീണ്ടും തിരിച്ച്. അല്ലേ? അപ്പം അതാണ് കാര്യം. അപ്പം നാച്ചുറലായിട്ട് കേരളം ദൈവത്തിൻ്റെ നാട് തന്നെയാണ്. നമ്മളതിൽ ആവശ്യമില്ലാത്ത, നമുക്ക് സൗന്ദര്യബോധമില്ലാതെ പ്രകൃതി ബോധമില്ലാതെ പല കാര്യങ്ങളും ചെയ്ത് അതിനെ നശിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ആണ്. എന്നാലും ഇപ്പം സാർ എന്നെ ഇത്രയും ലോകരാജ്യങ്ങൾക്ക് ഇറങ്ങിയെങ്കിലും കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു സാറിന് മരങ്ങാട്ടുപള്ളിയിലേക്ക് എത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സാറിൻ്റെ ഒരു 100%ലേക്ക് സാർ എത്തുന്നത്. യാത്രകൾ സാറിൻ്റെ ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ലൈഫിൻ്റെ കരിയറിൻ്റെ ഭാഗമാകുന്നു. എന്നാലും ചോദിക്കട്ടെ സാർ, ഇപ്പോൾ കേരളത്തിൽ ഇത്രയും ഏറ്റവും കൂടുതൽ ഇന്ന് സോഷ്യൽ മീഡിയ ന്യൂസ് ചാനൽസ് തുറന്നാൽ കേൾക്കാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടുള്ള ലഹരിയുടെ യൂസേജിനെ പറ്റിയാണ്. യൂത്ത് മുഴുവൻ ലഹരിയിലേക്ക് തിരിയുന്നു. സിനിമാ മേഖലയിൽ ഇത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്ന തരത്തിലുള്ള ന്യൂസസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സെറ്റിൽ നിന്നും ലഹരികൾ പിടിക്കുന്നു. ഒരു അവയർനെസ് ക്യാമ്പയിനിൽ സാറിനെ നിർത്തുകയാണ് ഞങ്ങളെങ്കിൽ സാർ ഒരു ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഈ 2 കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുമെന്ന് തോന്നുന്ന 2 കാര്യങ്ങൾ, ഈ 2 പോയിന്റിൽ ജസ്റ്റ് അവരുടെ മനസ്സിനെ ടച്ച് ചെയ്യാൻ സാറിന് സാധിക്കും, ലഹരിയിൽ നിന്ന് അവർക്കൊന്ന് മാറി ചിന്തിക്കാൻ, ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ സാറിനെ കൊണ്ട് കഴിയുമെന്ന് ചിന്തിക്കുന്ന 2 കാര്യങ്ങൾ എന്തായിരിക്കും? 2 കാര്യങ്ങൾ. ഒന്ന്, കുട്ടികളും യൂത്തും ആരും ആവട്ടെ, അവർക്ക് ലഹരി ഉണ്ടാകുന്ന ചില പ്രവർത്തന മേഖലകൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതിലേക്ക് അവരെ മുഴുകാൻ വിടണം. എനിക്ക് എൻ്റെ പ്രവർത്തന മേഖല, എനിക്ക് സഞ്ചാരം ലഹരിയാണ്, എനിക്ക് എൻ്റെ സഫാരി ചാനലിലെ ജോലികളെല്ലാം ലഹരിയാണ്, ഞാനിപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ എൻ്റെ ലഹരി അതാണ്. അതുകൊണ്ട് എനിക്ക് വേറൊരു ലഹരി അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അതൊന്നാമത്തെ കാര്യം. അപ്പോൾ ഈ ഓരോ കുട്ടിയും ആസ്വദിക്കുന്ന, എക്സൈറ്റഡ് ആകുന്ന, അവൻ ഏറ്റവും 100% മുഴുകാൻ കഴിയുന്ന, അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന യഥാർത്ഥ അവനെ വിഷമിപ്പിക്കുന്നൊരു കഴിവുണ്ട്. അത് ഐഡൻറ്റിഫൈ ചെയ്ത് അവനെ അങ്ങ് എൻഗേജ്ഡ് ആക്കിയാൽ അവൻ വേറൊരു ലഹരിയുടെയും പുറകെ പോവില്ല. ഇത് പണിയില്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞ ആളുകളാണ് ഈ ലഹരിക്ക് പുറകെ പോകുന്നത് മുഴുവൻ. അല്ലെങ്കിൽ പാമ്പർ ഇത് നശിപ്പിച്ച് കളഞ്ഞ കുറേ ആളുകൾ. മനസ്സിലായില്ലേ? ഈ ഒരു കാര്യം ചെയ്യണം. അവരെ എൻഗേജ്ഡ് ആക്കുന്ന, ആ എൻഗേജ്മെൻറ്റ് കൊണ്ട് സമൂഹത്തിനും അവർക്ക് തന്നെ ഗുണമുണ്ടാകുന്ന, എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കുന്ന മേഖലകളിൽ അവരെ മുഴുകാൻ വിടുക. വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ പല സ്കൂളുകളിലും ഉള്ളൊരു പ്രശ്നം, എല്ലാവരും പരീക്ഷയ്ക്ക് എഴുതിയാലും എഴുതിയില്ലെങ്കിലും ജയിക്കും എന്നുള്ളൊരു സാഹചര്യത്തിൽ ഇച്ചിരി കുഴപ്പന്മാരായവർക്കും അറിയാം ഞാനൊന്നും എങ്ങനെയാണെങ്കിലും ജയിച്ചു പോകും. 99.95 ആ 0.5 ഞാൻ പെടില്ല, എങ്ങനെയൊക്കെ ജയിച്ചു പോകും. അപ്പോൾ അവിടെ പിന്നെ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടതോ കൂടുതൽ പഠിക്കേണ്ടതോ ഹോംവർക്ക് ചെയ്യേണ്ടതോ അങ്ങനെയുള്ള ഗൗരവത്തിലുള്ള പഠനത്തിൻ്റെ ഒന്നും സാധ്യതയില്ല. പിന്നെ കമ്പനി കൂടുകയായി, പിന്നെ ഇച്ചിരി ലഹരി പോയിക്കുകയായി, പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. ഇതാണ് അവിടെ സാധിക്കുന്നത്. എന്നാൽ ഒരു ലക്ഷ്യം കൃത്യമായിട്ടുള്ള എൻട്രൻസ് പരീക്ഷ ജയിക്കലാണ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് ആവലാണ് ലക്ഷ്യമെന്ന് കരുതുന്ന ഒരു നിശ്ചയ ശതമാനം കുട്ടികളുണ്ട്. അവർ ക്ലാസ് വിട്ടാൽ ഇതിന് പോകുന്നതിന് പകരം അടുത്ത ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷനിലേക്കോ അല്ലെങ്കിൽ പഠനത്തിലേക്കോ വേറൊരു ലെവലിലേക്കോ പോകുന്നവരുമുണ്ട്. അപ്പം ലക്ഷ്യബോധവും അവൻ്റെ പാഷനേറ്റായ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള അവസരവും ഒരുക്കുന്ന ആക്ടിവിറ്റികൾ ഈ സിലബസിൻ്റെ ഭാഗമായി, പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് വരണം. അത് വരുമ്പം അവർ എക്സൈറ്റഡ് ആയിട്ട് പല കാര്യങ്ങളിലേക്ക് വരും. അതിനകത്ത് യാത്രകൾ വരാം, സ്പോർട്സ് ആകാം, കായികമായ സൈക്ലിംഗ് പോലുള്ള ഇവൻറ്റുകളാവാം, നമ്മുടെ നാട്ടിൽ കയാക്കിങ്ങും കാനോയിങ് പോലത്തെ ആക്ടിവിറ്റീസ് ആവാം. ഇവൻ പഠനം കഴിഞ്ഞിട്ട് എന്തെല്ലാം മേഖല, ഇതെല്ലാം കുട്ടികൾ ആസ്വദിക്കുന്ന കാര്യങ്ങളാണ്.
സോഷ്യൽ വർക്ക് ആവാം. അപ്പം വിദ്യാഭ്യാസം ഈ പാഠപുസ്തകം കാണാൻ പഠിക്കലിനപ്പുറം വിപുലീകരിക്കുമ്പോൾ ഈ കുട്ടികൾ ബോറടിച്ച് അല്ലെങ്കിൽ വെറുതെ കമ്പനി കൂടി വേറൊന്നിലേക്ക് പോകുന്ന അലസമായ ജീവിതത്തിൻ്റെ വഴികളിലേക്ക് പോകുന്നത് നിർത്തും. രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത് ഇത്തരം ലഹരിക്ക് അടിമപ്പെട്ട ദുരന്തമായി മാറിയ ആളുകളുടെ ജീവിതം എന്താണെന്ന് കൂടെ കാണിച്ചു കൊടുക്കണം. ഈ ജീവിതം ഞാൻ സെലക്ട് ചെയ്യണമെന്ന് അപ്പോൾ തീരുമാനം എടുക്കും അവർ. ആണ്. മനസ്സിലായില്ലേ? കറക്റ്റ്. ഇതിൽ ജീവിതത്തിൽ ഫെയിലായ ഈ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിതം നശിപ്പിച്ച് കളഞ്ഞവരുടെ കഥകളും ദൃശ്യങ്ങളും അനുഭവങ്ങളും കൂടെ കൊടുക്കണം പിള്ളേർക്ക്. കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും എൻ്റെ ജീവിതം ഇതിനുള്ളതല്ലെന്ന്. അല്ല. അങ്ങനെ ഈ 2 കാര്യങ്ങൾ ചെയ്താൽ മാറ്റങ്ങൾ വരും. സൂപ്പർ. സാർ, ഈ ലഹരിയുടെ കാര്യം കേരളത്തിൽ പറയുമ്പോൾ ഇന്ന് ഇന്ത്യ മൊത്തം ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം ഓപ്പറേഷൻ സിന്ദൂറാണ്. സാറ് ഏറ്റവും വലിയ യുദ്ധമുഖങ്ങളിൽ സാറ് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സഫാരിയുടെ ഒരുപാട് എപ്പിസോഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറിൻ്റെയൊക്കെ ഏറ്റവും വലിയ കോൺസിക്വൻസസിൽ നിന്ന് സാർ അതിൻ്റെ കഥകൾ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ സാർ ശരിക്കും പോയിട്ടുണ്ടോ? അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പോയിട്ടുണ്ടെങ്കിൽ തന്നെ മെമ്മറബിൾ ആയിട്ട് സാറിന് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യം എന്താണ് സാർ? ഞാൻ പോയിട്ടില്ല. പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. അതായത് അവിടെ ഈ മീഡിയയ്ക്ക് അവിടെ ഒരു പരിമിതിയുണ്ട്. അവർ അനുവദിക്കുന്നില്ല. പ്രത്യേക പെർമിഷനുള്ള ചില പ്രത്യേക ഇവൻറ്റുകൾക്കോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ ഒപ്പം പോവുക അല്ലെങ്കിൽ അങ്ങനെ ചില ഡെസിഗ്നേറ്റ് ചെയ്ത ചില പർപ്പസിനല്ലാതെ ഒരു ട്രാവലോഗ് ഷൂട്ട് ചെയ്യാൻ. ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവർ സെർച്ച് ചെയ്താൽ കിട്ടും ഞാൻ ടെലിവിഷൻ ചാനൽ നടത്തുന്നയാളാണെന്ന്. അപ്പോൾ അങ്ങനെ സ്വതന്ത്രമായിട്ട് പോകാനും ഷൂട്ട് ചെയ്യാനും യാത്ര ചെയ്യാനും പരിമിതിയുള്ള രാജ്യം അത്. അതുകൊണ്ടാണ് പോകാത്തത്. അതല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും പോകാൻ റെഡിയാണ്. സാർ, ഒരു ഓപ്ഷൻ കിട്ടിയാൽ, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ സാർ പോയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ തന്നെ 2 കോണ്ടെക്സ്റ്റിൽ അത് സോഷ്യൽ മീഡിയയും ബാക്കിയുള്ള മീഡിയാസും അതിനെ ഇന്റർപ്രറ്റ് ചെയ്തു. സാർ, ഇതൊരു അനിവാര്യതയാണെന്ന് പറഞ്ഞു, ഇതൊരു പ്രതിരോധത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു. സാറിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ എന്താണ്? കാരണം ഒരുപാട് യുദ്ധമുഖങ്ങൾ നേരിട്ട് അറിഞ്ഞ ഒരാൾ കൂടിയാണ് സാറ്. അതിൻ്റെ എല്ലാ തോതിലും അതിൻ്റെ ഡെപ്തിലും സാർ അത് കണ്ടിട്ടുമുണ്ട്. സോ സാറിന് എന്താണ് അതിലൊരു കോണ്ടെക്സ്റ്റിൽ പറയാനുള്ളത്? നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും നമ്മുടെ സൈന്യം പോകണം, സംശയമൊന്നുമില്ല. എന്നാൽ അത് ടെലിവിഷൻ ചാനലിൽ കണ്ട് ആവേശം കൊണ്ട് കൈയടിക്കുന്നവരുടെ കൈയടിക്ക് വേണ്ടി ആവരുത്. ഇതൊരു TV ഷോ അല്ല യുദ്ധം എന്ന് പറയുന്നത്. കറക്റ്റ്. അവിടെ മനുഷ്യരുടെ ജീവിതം വെച്ചുള്ള കളിയാണ്. അതിർത്തിയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിക്കുന്നുണ്ട്. നമ്മളിവിടെ ഇരുന്ന് കണ്ട് കൈയടിക്കുമ്പോൾ അവിടെ എൻ്റെ തലയ്ക്ക് മുകളിലേക്ക് ഇന്നൊരു മിസൈൽ വന്ന് വീഴുമെന്ന് ഭയന്ന് ജീവിക്കുന്ന ആളുകളുണ്ട്. കുടിയിറക്കപ്പെടുന്ന ആളുകളുണ്ട്. സർവ്വതുപേക്ഷിച്ച് പലായനം ചെയ്യുന്ന ആളുകളുണ്ട്. 2 രാജ്യത്തും ഇതൊന്നും അറിയാതെ ഒരു തെറ്റും ചെയ്യാതെ ഈ ആറ്റം ബോംബിൻ്റെയും ഈ മിസൈലുകളുടെയും ഭീതിയിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. സുരക്ഷിതമായ കേരളത്തിലിരുന്ന് അവരെ കാണാതെ നമ്മൾ കൈയടിച്ചിട്ടും കാര്യമില്ല. ഇത് രണ്ടും ചേർന്നതാണ് പ്രതിരോധം. സൂപ്പർ. എന്നാലും സാർ ഇത്രയും യാത്രകൾ ചെയ്തു. സാർ പറഞ്ഞ ക്യാമറ കണ്ണിലൂടെ ഒരുപാട് സാറിന് പകർത്താൻ പറ്റി. എപ്പോഴെങ്കിലും ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ പോലും ക്യാമറ ഓഫ് ചെയ്ത് ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് ക്യാമറ ഓഫ് ചെയ്ത ഒരു മെമ്മറബിൾ ഇൻസിഡൻറ്റ്. കാരണം അതിൻ്റെ ഒരു ഇമോഷണൽ കോണ്ടെക്സ്റ്റിലായിരിക്കാം സാർ എന്നൊരു ഹ്യൂമൻ ബീയിന് ഇതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ക്യാമറ കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്തൊരു മൊമെൻറ്റ്. അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഞാനിപ്പോൾ ബീഹാറിൽ ബോധഗയ ബുദ്ധന് വെളിപാടുണ്ടായ സ്ഥലം, ബോധോദയമുണ്ടായ സ്ഥലം, അവിടെ ഞാൻ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ ഇന്നലെ പോയ എപ്പിസോഡിലാണ്. അവിടെ ക്ഷേത്രത്തിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അനുവദിക്കില്ല ക്യാമറയൊന്നും. പക്ഷെ പുറത്തുനിന്ന് ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് വരുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നു. അപ്പോൾ വലിയ തല്ലുന്ന ശബ്ദം കേൾക്കാം. ഞാൻ അങ്ങോട്ട് അടുത്ത് ചെന്നു. ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുകയാണ്, പ്രായമായ ഒരാളാണ്. അയാളെ ഒരു പോലീസുകാരൻ നല്ല നീളമുള്ള ഒരു മുളവടി കൊണ്ട് പൊതിരെ തല്ലിക്കൊണ്ടിരിക്കുക. നമുക്ക് കാണുമ്പോൾ സങ്കടം വരും. സത്യത്തിൽ അവിടെ ഭിക്ഷാടനം നിരോധിച്ചൊരു സ്ഥലമാണ്, സത്യമാണ്. അയാളവിടെ ഭിക്ഷ എടുക്കാൻ വന്നിരുന്നു എന്നതിൻ്റെ പേരിൽ ഇയാളെ വലിയ മുളവടി കൊണ്ട് പുറത്തിട്ട് ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കുക. നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ആ ഷോട്ടിന് മുമ്പ് ഞാൻ ക്യാമറ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന വൃദ്ധൻ്റെ ഷോട്ടും അയാൾക്ക് ഈ തല്ലിയ വടി അയാളുടെ തന്നെ വടിയായിരുന്നു. ഈ ഭിക്ഷക്കാരൻ്റെ വടി മേടിച്ചിട്ടാണ് പോലീസുകാരൻ തല്ലിയത്. പോലീസുകാരൻ തിരിച്ചു വടി കൊണ്ടുകൊടുക്കുന്ന ഷോട്ടും അത് രണ്ടും ഞാൻ എടുത്തിട്ട് പറഞ്ഞു ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായത് ഞാൻ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്കും ചില കമൻറ്റുകൾ ചിലർ ഇട്ടു, എൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഞാനത് ഷൂട്ട് ചെയ്യാതിരുന്നത്, അതുകൂടെ കാണിക്കേണ്ടതല്ലായിരുന്നോ എന്നുള്ള മട്ടിൽ. അത് കാണിക്കേണ്ടതല്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത്തരം സാധനങ്ങൾ കാണേണ്ടതില്ല. പക്ഷേ അങ്ങനെ സംഭവം ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. അപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുന്ന സീന് ഷൂട്ട് ചെയ്ത് വീഡിയോ ടെലികാസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന പ്രചാരം എനിക്ക് വേണ്ട എന്ന് പണ്ടേ തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ.
ഞാൻ ഇത്രയും പേരെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും ഞാൻ പറയും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു യൂണിവേഴ്സിറ്റിയാണ് സാറിൻ്റെ മുന്നിലിരിക്കുക എന്ന് പറയുന്നത്. കാരണം അനുഭവങ്ങളെ സ്വീകരിക്കലാണ് വിദ്യാഭ്യാസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏറ്റവും വലിയ അനുഭവങ്ങൾ നേരിട്ട് അറിഞ്ഞൊരാൾ കൂടിയാണ് സാറ്. സാറിൻ്റെ 4 പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു റബ്ബിയുടെ ചുംബനങ്ങളായാലും നതാശയുടെ വർണ്ണ ബലൂണുകളായാലും സീറോ ഗ്രാവിറ്റി ആയാലും അതിൽ കെയർലെസം എന്ന് പറയുന്ന എനിക്ക് ഏറ്റവും എക്സൈറ്റ് ചെയ്ത സാറിൻ്റെ ഒരു ബുക്കുണ്ട്. അതിൽ ഈ മലയാളികൾക്ക് മാത്രമുള്ള ടിപ്പിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ രസകരമായിട്ട് സാറ് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. ഒരുപാട് കാലം മാറിയെങ്കിൽ ഇപ്പോഴും സാർ ഞാൻ ചോദിക്കുകയാണ്, ദേ നിൽക്കുന്നത് ഒരു 100 പേരുണ്ട്, ദേ ആ കൂട്ടത്തിൽ നിൽക്കുന്ന അവൻ നല്ല തനി മലയാളിയാണെന്ന് ഒരൊറ്റ 10 സെക്കൻഡിൽ സാർ എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യും? ആ ഒരൊറ്റ ചേഷ്ട അല്ലെങ്കിൽ എനിത്തിങ്. 100 പേരുണ്ട്, പക്ഷേ ദേ നിൽക്കുന്നവൻ നല്ല അസൽ മലയാളിയാണ്, കേരളത്തിലാണ് അവൻ ജനിച്ചതെന്ന് സാർ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? അത് പലപ്പോഴും എന്തെങ്കിലും തോന്നിയാസം കാരണമായിരിക്കും. അല്ല, എന്നാലും ആ ഒരു തോന്നിയാസത്തിന്റെ ഒരു എക്സ്റ്റെൻഡ് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് സാർ. ചില ദൃശ്യങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ചില കാര്യങ്ങൾ ഞാൻ പറയുകയുമില്ല. എന്നാൽ ഇവരുടെ ഒരു ബോഡി ലാംഗ്വേജിൽ അത് ചിലപ്പോൾ മീരയ്ക്ക് തോന്നും അത് എന്നെക്കുറിച്ച് അത് പറഞ്ഞ മീരയെക്കുറിച്ചാണ് പറഞ്ഞത് ചിലപ്പോൾ തോന്നും ഞാനത് പറയപ്പോൾ. സാർ എന്നാലും ഇപ്പം സാർ ഇപ്പം ഇത്രയും നേരം എന്നെ ഒബ്സർവ് ചെയ്തിരിക്കുകയാണ്. ഒരു ടിപ്പിക്കൽ മലയാളിയിലുള്ള എന്ത് കാര്യമാണ് സാർ എന്നിൽ നോട്ടീസ് ചെയ്തത്? ഇല്ല, ഞാനത് പറയില്ല. അത്ര മോശമാണെന്നാണോ സാർ? എന്നാൽ ഒരു ബോഡി ലാംഗ്വേജ് ഒരു ജിജ്ഞാസ ഒരു പബ്ലിക് സ്പേസിൽ ഒരു ഇന്റർഫിയറൻസ് എനിത്തിങ്? ഇല്ല, നമ്മൾ ഇത്തരം സംഭാഷണങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നർമ്മത്തിന് വേണ്ടി തമാശയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും പറയും. അതൊന്നും വ്യക്തിപരമായി പറയുന്ന കാര്യങ്ങളും സിൻസിയറായിട്ട് പറയുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ നല്ലൊരു ആങ്കറാണ്, നല്ലൊരു പ്രസൻറ്ററാണ്, നല്ലൊരു ഇൻ്റർവ്യൂവറാണ്, ഈ മേഖലയിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഐ ഡു അപ്രീഷിയേറ്റ്, ദാറ്റ്സ് വൈ ഐ ആം ഹിയർ അഗെയിൻ. താങ്ക് യു സോ മച്ച്. സാറ് പറയുമ്പോൾ എൻ്റെ വാല്യൂ ഒന്നുകൂടെ കൂടുതലാണ്, കാരണം അത്രയും പേരെ കണ്ട ഒരാൾ കൂടിയാണ്. എന്നാലും സാറ് പറയില്ലേ, മലയാളികൾ ഇപ്പോൾ ദുബായിലെത്തിയ മലയാളിയല്ല തിരിച്ചെത്തുമ്പോൾ നാട്ടിലെത്തുമ്പോൾ അവൻ മാറും എന്ന് സാറ് പറയും. ഇപ്പോഴും മലയാളി അങ്ങനെ ഒരു ചേഞ്ച് ഓവറുണ്ടോ സാർ? ഇപ്പം ഞാൻ ഈയിടെ ജപ്പാനിൽ യാത്ര ചെയ്തപ്പോൾ അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി, ഒരു പ്രശ്നം ഉണ്ടായി. അത് ഞാൻ ഈയിടെ മുഖ്യമന്ത്രിയുടെ ഒരു പരിപാടിയിൽ അദ്ദേഹത്തോട് തന്നെ ഈ കാര്യം പറയുകയും അത് സോഷ്യൽ മീഡിയയിലൊക്കെ ഈയിടെ വീഡിയോ കാണുകയും ചെയ്തതാണ്. അത് ജപ്പാൻ്റെ എപ്പിസോഡുകൾ ഇപ്പോൾ ഉടനെ വരുന്നുണ്ട്, അതിനകത്തതും കാണാം. അതിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി, ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായതാണ്. പക്ഷേ ഒരു 10-20 കിലോമീറ്ററോളം ദൂരം ഈ ബ്ലോക്കിൽ കിടക്കുന്ന വണ്ടികളെല്ലാം ഒരു വണ്ടിയിൽ നിന്ന് അടുത്ത വണ്ടിയിലേക്കുള്ള കൃത്യമായ അകലം പാലിച്ച് 3 വരിയുള്ള പാതയിലെ ഒരു വരി ആരും കയറാതെ അത് എമർജൻസി സർവീസിന് പോകാൻ വേണ്ടി മാത്രം ഒഴിച്ചിട്ടുകൊണ്ട് ലൈൻ ഒപ്പിച്ച് കിടക്കുന്നു. അതിനിടയ്ക്ക് ഒരു ട്രക്ക്, ഒരു ബസ്, അതിനിടയ്ക്ക് വേറൊരു ബസ്, ഇതിന് നടുക്ക് ഒരു ബൈക്ക്. ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കേരളത്തിൽ കാണില്ല. എവിടെയെങ്കിലും ഒരു ട്രാഫിക് ബ്ലോക്കോ ഒരു റെയിൽവേ ഗേറ്റ് അടച്ചിട്ടോ ഉണ്ടെങ്കിൽ ബൈക്കുകളും ഓട്ടോറിക്ഷകളും മാത്രമല്ല കാറുകളും ബസ്സുകളും വരെ എതിർദിശയെ വണ്ടി പോകേണ്ട ട്രാക്ക് വരെ ഇടിച്ച് കയറി ചെന്ന് നിന്നിട്ട് മര്യാദയ്ക്കായിരുന്നെങ്കിൽ പോകാമായിരുന്നതിൻ്റെ ഇരട്ടി സമയം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കി പോകുന്ന വിവരക്കേട് കാണിക്കുന്ന ഒരു ജനസമൂഹം വേറെ ലോകത്ത് അധികം ഉണ്ടാവില്ല. സത്യം. ഇന്ത്യയിലെല്ലായിടത്തും ഇതുണ്ടാവും, പക്ഷേ കേരളം ഇത്രയും വിദ്യാസമ്പന്നരും കോമൺ സെൻസ് ഉള്ളവരും സ്വയം അഭിമാനിക്കുമ്പോൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം ഇതാണ്. അത് പ്രൈവറ്റ് ബസ്സുകളാണ് എനിക്ക് തോന്നുന്നത്, അവൻ ഓടിക്കുന്ന വണ്ടിയുടെ വലിപ്പം എന്താണെന്ന് പോലും അറിയാതെ ഒരു ബൈക്കുകാരൻ പോകുന്ന പോലെ ഈ ട്രാഫിക് ബ്ലോക്കിനിടയ്ക്ക് കൂടെ കുത്തിക്കയറ്റി, അല്ലെങ്കിൽ ഒരു റെയിൽവേ ഗേറ്റ് ആ മുമ്പിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അടച്ചിട്ടിരിക്കുന്ന റെയിൽവേ ഗേറ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇടിച്ച് കയറി അവിടെ പോയി നിൽക്കണമെങ്കിൽ അവൻ്റെ ബോധം എത്രയോ ഒന്ന് ആലോചിച്ച്. സത്യമാണ് സാർ, അത് ഒബ്സർവേഷൻ ഇസ് വെരി കറക്റ്റ്. കാരണം റോഡ് ഡിസിപ്ലിൻ നമുക്ക് എന്തോ കുറവില്ല. ഇല്ല. കാരണം നമുക്കിപ്പോൾ യൂറോപ്പിലും സ്വിറ്റ്സർലാൻഡിലും പോകുമ്പോൾ സാർ, യൂറോപ്പിലും സ്വിറ്റ്സർലൻഡ് എന്തിന്, നിങ്ങൾ ആ എത്യോപ്യ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് ചെന്ന് നോക്ക്. ദാരിദ്ര്യം പിടിച്ച ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. അവിടുത്തെ റോഡ് ഡിസിപ്ലിൻ ഞാൻ എത്രയോ തവണ ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് 4 വരിയുള്ള പാത, 2 സൈഡിൽ കൂടെ ഒരു ദിശയിലേക്കും 2 ലൈനിൽ കൂടെ ഒരു ദിശയിലേക്കും 2 ലൈനിൽ കൂടെ മറ്റേ ദിശയിലേക്കും ആണെങ്കിൽ ട്രക്കുകളും ബസ്സുകളും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിൽ കൂടെ മാത്രമേ പോവുള്ളൂ. ഓവർടേക്ക് ചെയ്യേണ്ടോ മാത്രം ഇതിലേക്ക് കയറുന്നു, അല്ലെങ്കിൽ സ്പീഡിൽ പോകേണ്ട വാഹനങ്ങൾ മാത്രം അടുത്ത ട്രാക്കിലേക്ക് കയറുന്നു. ഇവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരെണ്ണം അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ പറഞ്ഞ ആഫ്രിക്കക്കാരെ കുറിച്ച് നമുക്ക് പരമ പുച്ഛമാണ്. പണ്ട് നമ്മൾ എത്യോപ്യയിലെ പട്ടിണിക്കാരനെ ഇവിടുന്ന് പിടിയേരി പിരിച്ച് അവനെ സഹായിക്കാൻ അയച്ചു കൊടുത്ത രാജ്യമാണ് നമ്മൾ. പക്ഷെ നമ്മളെവിടെ നിൽക്കുന്നു, അവനെവിടെ നിൽക്കുന്നു. അപ്പം ഇതൊക്കെ പറഞ്ഞാൽ പലർക്കും നമ്മുടെ നാടിനെ നമ്മൾ പരിഹസിക്കുകയാണെന്നൊക്കെ തോന്നും. അത് ലോകം കാണാത്തതുകൊണ്ട് തോന്നുന്നതാണ്. സാറ് പറഞ്ഞു ഇപ്പോൾ ചൈന എന്ന് പറയുന്ന ഒരു കൺട്രി 2050 ഓൾറെഡി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം 2050 അങ്ങനെ പ്രവർത്തിക്കാൻ
ആവാനായിട്ട് ഇനി എത്ര സമയം എടുക്കും സാർ? അറിയില്ല, നമുക്ക് അറിയില്ല. പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴും നമ്മൾ തുടങ്ങിയിട്ടില്ലല്ലോ. തുടങ്ങിയിട്ടില്ല, നമ്മളൊരു അറ്റം പോലും എത്തിയിട്ടില്ലല്ലേ സാർ? നമ്മൾ കാതലായി മാറ്റം വരുത്തേണ്ട ഒരു മേഖലയിലും വേണ്ട രീതിയിൽ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്താണ് ചെയ്തു തുടങ്ങിയിട്ടുള്ളത്? ഈ മാറ്റമൊക്കെ വരേണ്ടത് മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണ്. നമ്മൾ ഈ പറഞ്ഞ റോഡ് നിയമങ്ങൾ പാലിക്കുന്നില്ല, റോഡ് ഡിസിപ്ലിൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതൊരു കുട്ടിയിൽ ആ മാറ്റം വരണം അല്ലേ? കറക്റ്റ്. ആ കുട്ടിയിൽ മാറ്റം വരണമെങ്കിൽ എതിലൂടെയാണ് കൊടുക്കുക? വിദ്യാഭ്യാസത്തിലൂടെയല്ലേ കൊടുക്കണ്ടേ? പൗരബോധം വിദ്യാഭ്യാസത്തിലൂടെയല്ലേ കൊടുക്കേണ്ടത്? ആ പൗരബോധം കൊടുക്കുന്നൊരു വിദ്യാഭ്യാസ പദ്ധതി ഇപ്പോഴും തുടങ്ങിയിട്ടെങ്കിലും ഉണ്ടോ നമ്മൾ? ഇല്ല. അപ്പോൾ പിന്നെ എന്നാ നിങ്ങൾ ഈ പറഞ്ഞ കാലം? മിക്കവാറും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനുള്ള തുടക്കം പോലും ആരംഭിച്ചിട്ടില്ല കേരളത്തിലല്ലേ സാർ?